ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നിമിഷത്തിനായി, ദിവസത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ ആഴമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടെ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ എടുക്കുവാൻ, അതിൽ നിന്ന് പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാം എന്നരുളി ചെയ്ത വിശ്വസ്തനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം ചൊല്ലുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ 6:30 മണിക്കും വൈകിട്ട് 6:30 മണിക്കും എല്ലാ ദിവസവും നമുക്ക് ദൈവവചന സന്ദേശമുണ്ട് ഈ ചാനലിൽ. നിങ്ങൾ അതും ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിൽ അറിയുക, ഒരു ദിവസം പോലും മുടക്കമില്ല. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് പ്രഭാത സന്ദേശവും വൈകുന്നേരം 6:30 മണിക്ക് നമ്മുടെ ലൈവ് സർവീസും കൂട്ടായ്മയും നമുക്കുണ്ട്. നിങ്ങൾ ആ മീറ്റിങ്ങിലും ഒക്കെ നിങ്ങൾ പങ്കെടുക്കുക. വലിയൊരു അനുഭവവും വലിയൊരു അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് തരും. കർത്താവിനോടുകൂടെ ചേർന്ന് വളരാൻ ഇതൊരു നല്ല നിലമാണ്. നിങ്ങൾ ആ നിലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക, ഈ നിയമത്തിനകത്ത് ഉറച്ചു നിൽക്കുക. അതിന് സഹായിക്കുന്ന, അതിന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണിത്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞങ്ങളുടെ സന്ദേശങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായമാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് തന്നത്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം. എല്ലാ ദൈവമക്കളും വിശുദ്ധ ബൈബിൾ തുറന്ന് പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതെടുക്കുക. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മൾ വേഗത്തിൽ തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷ നമ്മൾ ചിന്തിച്ച്, ഈ വചനം ചിന്തിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ ഇരിക്കുക. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾ. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചെന്ന് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. പത്രോസ് വിരൽ ചൂണ്ടുന്നത് ദുഷിക്കുന്ന ഒരു കൂട്ടർക്ക് നേരെയാണ്. എന്തുകൊണ്ടാണ് അവർ ദുഷിക്കുന്നത്? 4-ാമത്തെ വാക്യം പറയുന്നു, ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചെന്ന് ചേർന്ന് നടക്കാതിരിക്കുന്നത് കൊണ്ട് ദുഷിക്കുന്നു. ദൂഷണം നിങ്ങൾ ദൈവത്തെ അറിയുന്നത് കൊണ്ട് മാത്രമല്ല, ദൂഷണം നിങ്ങൾ ദൈവത്തെ അറിയാത്തത് കൊണ്ട് മാത്രവുമല്ല. നിങ്ങളെക്കുറിച്ച് ദുഷിക്കുന്നത് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ദുഷിക്കുന്നത് നിങ്ങൾ വളരുന്നത് കൊണ്ടുള്ള അസൂയ കൊണ്ട് മാത്രമല്ല. ജാതികളുടെ അല്ലെങ്കിൽ അൺക്ലീൻ സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്നവരുടെ, അശുദ്ധാത്മാക്കളുടെ
നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക്, മോഹങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക്, സംസാരങ്ങൾക്ക്, കൊതിക്ക്, തീരുമാനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ക്രിസ്തുവിന്റെ ആയുധം ധരിച്ചവർക്ക് നേരെ ദൂഷണം ഉയർത്തുന്നു. ചിന്തിക്കാറില്ലേ, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ടും എന്തിനെന്നെയും എൻ്റെ മക്കളെയും എൻ്റെ പ്രിയപ്പെട്ടവനെയും അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവരെയും ഇങ്ങനെ ദുഷിക്കുന്നു എന്ന് നിങ്ങൾ പലവട്ടം ചിന്തിക്കാറില്ലേ? ദൂഷണം നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ അവർ ആഗ്രഹിക്കുന്ന തെറ്റ് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടും നിങ്ങളെ ദുഷിക്കും. ഈ ലേഖനം പത്രോസ്ലീഹ എഴുതുന്നത് കേവലം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി മാത്രമല്ല. ഈ ലേഖനം എഴുതുന്നത് ജാതികൾക്കും കൂടെ വേണ്ടിയാണ്. അത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ വാക്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ ജാതികളുടെ ജീവിതത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ഈ പത്രോസ്ലീഹായുടെ ഈ ലേഖനം വാചാലമാകുന്നത്. അപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട എനിക്കും താങ്കൾക്കും ഒരു പ്രത്യേക ജീവചരിത്രം പരിശുദ്ധാത്മാവ് രചിച്ചു വെച്ചിരിക്കുന്നത് ആരുടെ എന്നാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെയാണ്. പത്രോസ് ആദ്യമേ തന്നെ പറയുന്നു, നിങ്ങൾ ആയുധം ധരിക്കണം. നിങ്ങൾ ആയുധം ധരിക്കണം. 2023 1 മാസം മുതൽ 12 മാസം വരെയും ആയുധങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പലയിടത്തും നടന്നെങ്കിൽ, ഞാൻ ഏത് ആയുധം ധരിച്ചാലാണ് എനിക്ക് സാത്താനെ ജയിപ്പാൻ കഴിയുന്നത്, എനിക്ക് സാത്താനാൽ നയിക്കപ്പെടുന്നവരെ ജയിപ്പാൻ കഴിയുന്നത്, എനിക്ക് എന്നെക്കുറിച്ച് പരിഹസിക്കുന്നവരെ തകർത്ത് ജയിക്കാൻ കഴിയുന്നത്, എനിക്കെതിരെയുള്ള ആരോപണങ്ങളെ ജയിക്കാൻ കഴിയുന്നത്, എനിക്കെതിരെയുള്ള പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആയുധം എന്താണെന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടം എന്ന ആയുധമാണ്. എന്താണ് ക്രിസ്തുവിന്റെ കഷ്ടം, അല്ലെങ്കിൽ എന്തായിരുന്നു ക്രിസ്തുവിന്റെ ആയുധം എന്ന് ചോദിച്ചാൽ തന്റെ ദയ, താഴ്മ, സൗമ്യത, ഇന്ദ്രിയ ജയം. ഒന്നുകൂടെ ഞാൻ ആത്മാവ് എനിക്ക് പറഞ്ഞു തരുന്ന ഒരു വാചകം എന്തെന്നാൽ, ഞാനിപ്പോ അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവം തന്ന അടുത്ത ഒരു ക്രിസ്തുവിന്റെ ആയുധം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ആയുധം എന്തെന്നാൽ ദോഷം ചെയ്യാത്ത ഒരു വ്യക്തിത്വം. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഇത് കത്തിച്ച് സംസാരിക്കണം, പ്രാണന് സുഖം കിട്ടുന്ന പ്രവചനം വേണം, അങ്ങനെയുള്ളവരെല്ലാം പോവും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ. ഇത് ആത്മാവിനെ തൊട്ടുണർത്തണം. എനിക്ക് 2024 ഒരു നാമധേയൻ എന്ന ഒരു പേരിൽ നിന്ന് ആത്മീയൻ എന്നൊരു പേരിലോട്ട് മാറണം എന്ന ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സന്ദേശം. സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം, ഒപ്പം ക്രിസ്തുവിന്റെ ആയുധവും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒന്ന് ആമേൻ പറഞ്ഞേ. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ, കുഞ്ഞെ ശ്രദ്ധിച്ചേ, ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നീ കണ്ണുരുട്ടിയാ സാത്താൻ പേടിക്കുകയല്ല, നീ പോ പിശാചേ എന്ന് പറഞ്ഞ സാത്താൻ പേടിക്കുകയല്ല, നീ സൗകര്യം ഉണ്ടെങ്കിൽ ചുണയുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞാൽ സാത്താൻ പേടിച്ച് നിന്റെ അടുത്ത് വരാതിരിക്കുകയല്ല, അവൻ ചാടി നിന്റെ അടുത്തേക്ക് വരും. എന്നാൽ നീ ഒന്നും ചെയ്യാതെ ക്രിസ്തുവിന്റെ ഭാവവും പത്രോസ് പറയുന്ന ക്രിസ്തുവിന്റെ ആയുധവും നീ ധരിച്ചിരിക്കുന്നുവെങ്കിൽ, നീ വായ തുറക്കാതെ നീ ഉരിയാടാതെ നിന്നെ ഭയക്കുന്ന നിലകളിൽ സാത്താൻ വീഴുന്നത് നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉരിയാടാതെ, നീ വായ തുറക്കാതെ, നീ ചലിക്കാതെ നിന്നെ കാണുമ്പോ സാത്താൻ മുട്ടുമടക്കുന്നത് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ആയുധം.
ക്രിസ്തു ആയുധധാരിയായിരുന്നോ? ഒരു ബ്ലേഡ് പോലും കർത്താവ് കൊണ്ട് നടന്നില്ല. ഒരു മൊട്ടുസൂചി പോലും യേശു കൊണ്ട് നടന്നില്ല. എന്നാൽ യേശുവിനോട് കൂടെ നടന്ന പത്രോസ് കൊണ്ട് നടന്നു. ആ പത്രോസ് പറയാണ്, നിങ്ങൾ യേശുവിന്റെ ആയുധം എടുക്കണം. ഓ മൈ ഗോഡ്, നിങ്ങൾ യേശുവിന്റെ ആയുധം എടുക്കണം. ഇന്ന് ഞാൻ ഈ പറയുന്ന വേർഡ് സാത്താന്റെ കുറുക്കിക്കൊള്ളുന്ന ഒരു വേർഡാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ക്രിസ്തുവിന്റെ ആയുധം എടുക്കണം. ഇനി ഞാൻ ഓരോന്നോരോന്നോട്ട് അങ്ങോട്ട് പറയാൻ പോവാ. ഈ 2023 നിന്ന് നമ്മൾ പുതുവർഷത്തെ പ്രാർത്ഥനയോടെ എതിരേൽക്കുമ്പോ നീ എങ്ങനെ കയറണം, എന്തും കൊണ്ട് കയറണം എന്നാണ് ഞാൻ പറയുന്നത്. നീ ആയുധം കൊണ്ട് വേണം കയറാൻ. ആയുധം കൊണ്ട് വേണം കയറാൻ. ഏതായുധം? യേശുവിന്റെ ആയുധം. പത്രോസ് പറയുന്നു, ആയുധധാരി ആയിരുന്ന പത്രോസ് പറയുന്നു, ആയുധം ധരിക്കാത്ത ക്രിസ്തുവിന്റെ ആയുധം നീ എടുക്കണം. ഇതാർക്കൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ജാതികൾക്കും അതുപോലെ തന്നെ യഹൂദന്മാർക്കും കൂടെ ഉള്ള ഒരു ചരിത്രമാണ്. നീ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. അപ്പോ ഭാവമാണ് ആയുധം. ക്രിസ്തുവിന്റെ ഭാവമാണ് ഇവിടെ പത്രോസ് ആയുധമായി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഭാവത്തിൽ ഒന്നെന്ന് പറയുന്നത് നിർദോഷിയായ ഒരു വ്യക്തിത്വം യേശു കർത്താവിനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവിനെ ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും സമയത്തിനു മുൻപേ കുത്തി നോവിക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? എത്ര പ്രാവശ്യം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ, യേശുവിനെ വകവരുത്താൻ, യേശുവിനെ കൊന്നു കളവാൻ വരെ വെറും 3.5 വർഷക്കാലം കൊണ്ട് യഹൂദന്മാർ പദ്ധതി തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു, ആയുധ പരിശീലകരുണ്ടായിരുന്നു, ആയുധധാരികൾ ഉണ്ടായിരുന്നു, അധികാരികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തേ യേശുവിന്റെ മേൽ സമയത്തിനു മുൻപേ ഒരു കല്ലെടുത്തെറിവാൻ പോലും കഴിഞ്ഞില്ല. തന്നെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. അടിച്ചു, ഉപദ്രവിച്ചു, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ അവരുടെ ഉദ്ദേശാനുസരണം ആ ഉദ്ദേശം പൂർത്തീകരിച്ച് അവന്റെ ശുശ്രൂഷയ്ക്ക് വിലങ്ങുവെക്കാൻ, യേശുവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നിർത്തൽ ചെയ്യിക്കാൻ, കർത്താവിന്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ബന്ധിപ്പാൻ, തുറന്നു കിടക്കുന്ന ആത്മമണ്ഡലത്തെ എന്നേക്കുമായി അടച്ചുകളവാൻ, സ്വർഗീയ സന്നാഹങ്ങളെ നിർത്തൽ ചെയ്യിക്കുവാൻ, ദൂതന്മാരുടെ സന്ദർശനങ്ങളെ വിലങ്ങ് വെക്കുവാൻ, മോശയും ഏലിയാവും പോലുള്ളവരുടെ പ്രത്യക്ഷതയെ തടഞ്ഞുകളവാൻ എന്തുകൊണ്ട് അധികാരമുള്ളവർക്ക് കഴിഞ്ഞില്ല? ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ മുറികൾക്കകത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മുറിക്കകത്ത് മോശയും ഏലിയാവും ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത് യേശു ചെയ്തതുപോലെയുള്ള മിനിസ്ട്രികൾ വെളിപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഒരുവൻ കല്ലെടുത്തെറിയണമെന്ന് ആഗ്രഹിച്ചാലും കല്ല് നമ്മുടെ കുറിക്ക് തന്നെ കൊള്ളുന്നു? എന്തുകൊണ്ട് മുറിവേൽപ്പിക്കണമെന്ന് വിചാരിച്ചാലും മുറിവേൽക്കപ്പെടുന്നു? അപ്പോ യേശു ധരിച്ചിരുന്ന ആയുധം, യേശുവിന്റെ ഭാവം പത്രോസ്ലീഹ എടുക്കാൻ പറഞ്ഞാൽ അതാദ്യം എടുക്കേണ്ടത് ഞാനാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കാരണം യേശുവിന്റെ ഭാവം ധരിച്ചപ്പോൾ, യേശുവിന്റെ ഭാവവും യേശുവിന്റെ ആയുധത്തിന്റെ ശക്തിയും കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വിലങ്ങ് വെക്കാൻ ആർക്കും കഴിയാത്തത് എങ്കിൽ, അതേ സ്ഥാനത്ത് നിൽക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ പതിവിലും വിപരീതവും വിരുദ്ധവുമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്കുകൊണ്ട് പ്രാർത്ഥന കെട്ടാൻ കഴിയുന്നു, ഒരു നോട്ടം കൊണ്ട് ശുശ്രൂഷ ബന്ധിക്കാൻ കഴിയുന്നു, ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ കഴിയുന്നു,
ഒരു നാവ് കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നീണ്ട ദിവസത്തേക്ക് മുറിവേൽപ്പിക്കാൻ കഴിയുന്നു. ഒന്നിനും തടസ്സമില്ല, ഒന്നിനും കുറവില്ല. ശത്രു അവരുടെ പാളയത്തിൽ അവർ തയ്യാറാക്കിയ പദ്ധതികളെ അതുപോലെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വേദപുസ്തകം പറയുന്നു, നീ ഇന്ന് ആയുധം എടുക്കണം. നീ ഇന്ന് ക്രിസ്തുവിന്റെ ഭാവം എന്ന ആയുധം എടുക്കണം. 2024 നിങ്ങൾ പ്രവേശിച്ചു നിൽക്കുമ്പോൾ, സാത്താൻ നിന്നിലേക്ക് നോക്കുമ്പോൾ 2023 ഇല്ലാത്ത ഒരു ഭാവം, ഒരായുധം നമ്മിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകാനുള്ള സന്ദേശം. അതെ, ദുഷിക്കുന്നു. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദുഷിക്കുന്നു. എന്തുകൊണ്ട് ദുഷിക്കുന്നു? ജാതികളുടെ ഇഷ്ടം നിവർത്തിക്കാൻ അവരുടെ കൂട്ടത്തിൽ ചെല്ലാത്തത് കൊണ്ട് ദുഷിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷേ ജാതികളുടെ ഇഷ്ടം ചെയ്യാൻ നിന്നെ നിർബന്ധിച്ചപ്പോ, എനിക്കത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് നീ ഒഴിവായതുകൊണ്ട്, നീ കൂടെ പോകാത്തത് കൊണ്ട്, നീ കൂടെ ഇരിക്കാത്തത് കൊണ്ട്, നീ കൂടെ ഇരുന്ന് ഭക്ഷിക്കാത്തത് കൊണ്ട്, നീ ആ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാത്തത് കൊണ്ട് നീണ്ട നാളുകൾ കൊണ്ട് നിന്നെ ആക്ഷേപിക്കുന്നുണ്ടായിരിക്കാം, നീണ്ട നാളുകൾ കൊണ്ട് നിന്നെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവരുടെ പല കാര്യങ്ങളിൽ നിന്നും താങ്കളെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം. ഒരു വേർതിരിഞ്ഞ, ഒരു വേർപെട്ട, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ വചനാനുസരണമുള്ള ഒരു ജീവിതം കാഴ്ചവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ദുഷിക്കലുകളെല്ലാം മാറി 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 പല അധരങ്ങളിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. വേദപുസ്തകം പറയുന്നു, നിങ്ങൾക്ക് മുൻപേ കടന്നുപോയവരുടെ ജീവിതത്തിലും ഇത് തന്നെ അനുഭവിച്ചു. ദുഷിക്കുന്നു. ദൂഷണം ഒരു പോയിസൺ ആണ്. അത് ഡയറക്ട്ലി നമ്മൾ കേൾക്കണമെന്നില്ല. നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് മറ്റൊരു വ്യക്തി പറഞ്ഞു കേട്ടാലും അത് പോയിസണസ് ആയിട്ട് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളത്തിൽ അതൊരു കറുത്ത പുക സൃഷ്ടിക്കും. എന്നാൽ ഇന്ന് ക്രിസ്തുവിന്റെ ഭാവം എടുക്കാൻ ദൈവം പറഞ്ഞത്, ഞാനിത് ഭയങ്കര ഒരു ആലോചനയാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ഭാവവും ആയുധവും ധരിക്കാൻ ദൈവം ഇന്ന് ചിലരോട് ആവശ്യപ്പെടുന്നത്, കർത്താവിന്റെ ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റേ ഇല്ലായിരുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ ബാക്കി എല്ലാ പോരാട്ടവും ഉണ്ടായിരുന്നു, തർക്കമില്ല, എല്ലാ പോരാട്ടവും ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും യേശു മനസ്സ് മടുത്തിട്ട് അവരെന്നെ അങ്ങനെ നോക്കി, ഇവരെന്നെ ഇങ്ങനെ നോക്കി, അവരെന്നെ അങ്ങനെ പറഞ്ഞു, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, എവിടെയെങ്കിലും യേശു കർത്താവ് ഡിപ്രഷൻ പിടിച്ചിരിക്കുന്നതും ആങ്സൈറ്റിയോടിരിക്കുന്നതും വിഷാദ രോഗം ബാധിച്ചിരിക്കുന്നത്, മനസ്സ് തകർന്നിരിക്കുന്നത്, ഇന്ന് എന്തായാലും മീറ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാര്യം എന്താ? ദുഷിക്കാനുള്ളവർ ഒരു വശത്ത് ദുഷിച്ചപ്പോ അത് കേട്ടിരിക്കാനുള്ള സമയം കർത്താവിനില്ലായിരുന്നു. ഹല്ലേലൂയ. ചിലതൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ട് മുൻപോട്ട് പോകണം കേട്ടോ. ചില ചിന്തകളൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ട് മുൻപോട്ട് പോകണം. ദുഷിക്കുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനൊരു ലൈഫ് ഈ പുതുവർഷത്തിൽ നാം ദൈവത്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. Are you ready? ഇങ്ങനൊരു ലൈഫ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അത് എന്റെയും നിങ്ങളുടെയും പാപത്തെ പ്രതിയാണ്. എന്നാൽ ഇവിടെ പത്രോസ്ലീഹ കാലങ്ങൾക്ക് മുമ്പേ എഴുതിയൊരു വാക്ക് എന്താണെന്നറിയാമോ? അങ്ങനത്തെ ജീവിതം മതി എന്ന് പറഞ്ഞ എഴുതി. മതി എന്ന് പറഞ്ഞാൽ അത് നിർത്തൽ ചെയ്യണമെന്ന് തന്നെയാണ്. നമ്മുടെ സ്പിരിറ്റിന്റെ ഇഷ്ടങ്ങളും സ്പിരിറ്റിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അധികാരങ്ങളും അഭിഷേകവും
വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തിത്വം, ഒരു സോൾ നമുക്കുണ്ടായിരിക്കണം. ബലഹീനനാണ് മനുഷ്യൻ, ഭയങ്കരമായ ബലഹീനനാണ്. എന്നാൽ കുതിരയെ അതിന്റെ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ അവന്റെ സോളിനെയും അവന്റെ ബോഡിയെയും അവന്റെ സ്പിരിറ്റ് കൊണ്ട് നിയന്ത്രിക്കണം. ആ വചനം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കത്തും. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. ഈ വാക്യം ഭയങ്കരമായ ഒരു ആത്മീയ അർത്ഥം അതിനകത്തുണ്ട്. സുഹൃത്തെ, മനുഷ്യരുടെ മോഹങ്ങൾക്ക് ജീവിക്കുന്നവരുണ്ട്, മനുഷ്യരുടെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മനുഷ്യരുടെ ഇഷ്ടത്തിന് മനുഷ്യന്റെ മോഹം അനുസരിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, മനുഷ്യന്റെ മോഹം അനുസരിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്, മനുഷ്യന്റെ മോഹം അനുസരിച്ച് ഉപദേശിക്കുന്നവരുണ്ട്, മനുഷ്യരുടെ പ്രീതിക്കനുസരിച്ച് പ്രവചിക്കുന്നവരുണ്ട്. പക്ഷേ വേദപുസ്തകം ഒരാത്മീയനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. ഒന്നുകൂടെ പറയാം, നീ മനുഷ്യരുടെ മോഹങ്ങൾക്കായിട്ടും അല്ല. എന്തിനാ എന്നെയും താങ്കളെയും തെരഞ്ഞെടുത്തേ? ദൈവത്തിനായിട്ടാ. ദൈവത്തിനായിട്ടാ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തത് എന്ന ബോധ്യമുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മനുഷ്യന്റെ മോഹങ്ങളാലോ മനുഷ്യന്റെ ഗൂഢാലോചനകളാലോ മനുഷ്യന്റെ ദുർബുദ്ധിയാലോ മനുഷ്യന്റെ ദുഷ്ടപ്രവൃത്തികളാലോ അവന് ഒന്നും സംഭവിക്കത്തില്ല. നീ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. താങ്കൾ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. താങ്കൾ ദൈവത്തിനായിട്ടുള്ള വ്യക്തിയാണ്. നിന്റെ ജീവിതത്തിൽ വൈരിയുടെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല. നിന്റെ ജീവിതത്തിൽ സാത്താന്റെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല. നിന്റെ ലൈഫിൽ സാത്താന്റെ പ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ ലൈഫിൽ സാത്താന്റെ ദുരുദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ ഇന്ന് അതിനെ ജയിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും ഇത്. ഞാൻ ഇന്ന് അതിനെ ജയിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. കാരണം ഞാൻ മനുഷ്യന്റെ മോഹങ്ങൾക്കായിട്ടല്ല, ഞാൻ മനുഷ്യന്റെ മോഹങ്ങളാലുമല്ല. ഹല്ലേലൂയ. ജയിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ജയിച്ച ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും എന്നാ പറയുന്നത്? മനുഷ്യന്റെ മോഹങ്ങളാലല്ല, മനുഷ്യന്റെ മോഹങ്ങൾക്കായിട്ടുമല്ല. ആമേൻ. മനുഷ്യന്റെ മോഹങ്ങളാലല്ല, മനുഷ്യന്റെ മോഹങ്ങൾക്കായിട്ടുമല്ല. ഞാനൊരു പ്രവചനം നിങ്ങളോട് പറയാൻ തയ്യാറാണ്. നിന്റെ ജീവിതത്തിൽ മുൻപോട്ടുള്ള ദിവസങ്ങൾ മനുഷ്യന്റെ മോഹങ്ങൾക്കായിട്ടല്ല, മനുഷ്യന്റെ മോഹങ്ങളാലുമല്ല. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര പ്ലാനിംഗ് ഉണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഭയങ്കര ഡിസയർ ഉണ്ട്. മനുഷ്യന്റെ മോഹം നീ അവരെ പോലെ ആകണമെന്നാ, നീ അവരുടെ കൂടെ ആകണമെന്നാ, അവരുടെ ഉദ്ദേശം പോലെ നീ ആകണമെന്നാ, അവരുടെ കാൽ നീ വലുതാകരുതെന്നാ. പക്ഷെ ദൈവത്തിന്റെ ഡിസയർ മറ്റൊന്നാണ്, ദൈവത്തിന്റെ ഇഷ്ടം മറ്റൊന്നാണ്, ദൈവത്തിന്റെ സ്വപ്നം മറ്റൊന്നാണ്. ഇതാർക്കാ ഇത് സാധ്യമാകുന്നതെന്നറിയാമോ? മനുഷ്യരുടെ മോഹങ്ങൾക്കായിട്ടല്ല ദൈവം എന്നെ വിളിച്ചേക്കുന്നതെന്ന് അറിയുന്നവരെയോ? നീ മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നീ സാത്താനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? പ്രതികൂലങ്ങളെ പേടിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിന്റെ ഫേവർ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വരിക ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിന്റെ ഫേവർ ആർക്കാന്നറിയാമോ? ഞാൻ മനുഷ്യർക്ക് വേണ്ടി, ഞാൻ മനുഷ്യരുടെ മോഹങ്ങളാലും അല്ല, മനുഷ്യരുടെ മോഹങ്ങൾക്കായിട്ടും അല്ല, എൻ്റെ ജീവിതത്തിൽ കൂടെ, എൻ്റെ ലൈഫിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, റിവീലാകുന്നത് ഗോഡ്സ് ഗ്രേസിൽ നിന്നാണെന്ന്, ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന്, ദൈവത്തിന്റെ കൃപയാലുള്ളതാണെന്ന് തീരുമാനിച്ചവന്റെ ജീവിതത്തിൽ സാത്താന് നോക്കാൻ പോലും പറ്റത്തില്ല. ഓ, ഇതാണ് ക്രിസ്തുവിന്റെ ഭാവം, ഇതാണ് ക്രിസ്തുവിന്റെ ആയുധം. യേശു ഈ ഭൂമിയിൽ മിനിസ്റ്റർ ചെയ്തപ്പോ ഒരിക്കൽ പോലും ഇന്ന് പ്രസംഗം കേൾക്കുന്നവൻ നാളെയും ഞാൻ യെരിഹോവിൽ നിൽക്കുമ്പോൾ പ്രസംഗം കേൾക്കാൻ വരണേ എന്ന് പറഞ്ഞുള്ള രീതി പ്രസംഗിച്ചില്ല. ഹല്ലേലൂയ.
അയ്യോ ഇന്ന് എൻ്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവൻ നാളെ എൻ്റെ മീറ്റിംഗ് കാത്തിരുന്ന് കയറണേ, അല്ലെങ്കിൽ കാത്തിരുന്ന് വരണേ, ഞാൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് വരണേ എന്നുള്ള രീതിയിൽ യേശു പ്രസംഗിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും പ്രസംഗിച്ചിട്ടില്ല. ഒരിക്കൽ പോലും കർത്താവിന്റെ മുമ്പിൽ വന്ന് തലയും കൊമ്പിട്ട് നിന്നൊരു വ്യക്തിയെ ഇവനെ ഞാൻ ഒന്ന് കൈവച്ച് സൗഖ്യമാകാതെ പോയാൽ ഇവൻ എന്നെ കുറിച്ച് എന്തോ വിചാരിക്കും എന്ന് പറഞ്ഞ് കർത്താവ് ആരെയും സൗഖ്യമാക്കിയിട്ടില്ല. വിശ്വസിച്ചവരെ മാത്രമേ യേശു സൗഖ്യമാക്കിയിട്ടുള്ളൂ, വിശ്വസിച്ചവരെ മാത്രമേ യേശു തൊട്ടിട്ടുള്ളൂ. കാരണം യേശു കർത്താവിന് മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന അങ്ങനെ ഒരു ബാധ ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ മൈൻഡിൽ അത് പൊട്ടിപ്പോട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം അങ്ങനല്ലേ? നമ്മൾ ഇനി അത് ചെയ്തില്ലേ പുള്ളി എന്തോ വിചാരിക്കും, നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ത് വിചാരിക്കും. ഈ എന്ത് വിചാരിക്കും എന്നതൊരു ബാധയാ പിള്ളേരെ. എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത്, ഈ അവർക്കും ഇവർക്കും ഉള്ള വിചാരം കൊണ്ട് നമുക്ക് പോലും നമ്മുടെ വിചാരത്തെ വിചാരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി മാറി. നമ്മുടെ ഒരു വിൽ പവർ തന്നെ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഫ്രീഡം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമ്മൾ ഈ വിചാരങ്ങളാൽ ബോണ്ടേജിൽ കിടക്കുകയാണ്, അടിമത്തത്തിൽ കിടക്കുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അയ്യോ അങ്ങനെ പറഞ്ഞില്ല എന്ത് വിചാരിക്കും, ഇങ്ങനെ പ്രസംഗിച്ചാൽ എന്ത് വിചാരിക്കും, അയ്യോ. യേശു കർത്താവിന് അങ്ങനെ ഒരു ബന്ധനമില്ലായിരുന്നു. ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി ഫ്രീഡമാണ് കേട്ടോ. ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഫ്രീഡമാണ്. ഏതിന്റെ ഫ്രീഡം? ആത്മാവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രീഡമാണ്, സ്പിരിറ്റിൽ ഫ്രീഡമാണ്. ഇവിടെ നമ്മുടെ സ്പിരിറ്റ് പോലും ബോണ്ടേജിൽ കിടക്കുന്നതിന്റെ കാരണം നമ്മൾ ഈ സോളിനകത്ത് ഇതിങ്ങനെ, ഈ മനസ്സിനകത്ത് അയ്യോ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ നാളെ അവർ മീറ്റിംഗ് കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്തോത്രം, സ്തോത്രം. അതൊരു ബന്ധനമല്ലേ? ഈ വർഷം കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ ബന്ധനത്തോടുകൂടെ കയറിപ്പോണോ, ഈ ബന്ധനം പൊട്ടിച്ചിട്ട് പോണോ? ഈ ഡിസിഷൻ നമ്മുടേതാണ്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ ആയുധമായി ധരിച്ചുകൊള്ളുവിൻ. യേശുവിന്റെ ഭാവം ഇതായിരുന്നു. മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ലായിരുന്നു ക്രിസ്തുവിന്റെ പ്രശ്നം. ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വെപ്രാളവും ബുദ്ധിമുട്ടും വിഷയവും പ്രശ്നവും എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ പിതാവ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. അത് മതി കേട്ടോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. ഇതാരെയും വെല്ലുവിളിക്കാനൊന്നും അല്ല, അങ്ങനെ ഒരു തീരുമാനം മതി കേട്ടോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ കേൾക്കുന്ന നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയേ എനിക്കില്ല. എന്നാൽ എനിക്ക് പ്രസംഗം വരൂല. ഞാൻ പറയാൻ ഏൽപ്പിച്ചത് പറഞ്ഞില്ലെങ്കിൽ പിതാവ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതെനിക്കൊരു വലിയ ആത്മഭാരം. ഇന്ന് മെസ്സേജ് കേൾക്കുന്നവർ നാളെ കയറിയില്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ഒരു കാലം. പക്ഷേ അത് കംപ്ലീറ്റ്ലി കർത്താവ് ഏറ്റവും ഹെവി മെഷീൻ കൊണ്ടുവന്ന് ഇടിച്ച് തകർത്ത് കളഞ്ഞു. അതിൻ്റെ ഒരു തരിമ്പ് പോലും ഇന്നില്ല. അതെൻ്റെ ഒരു ബന്ധനമായിരുന്നു ഒരു കാലം, അതെൻ്റെ ഒരു ബന്ധനമായിരുന്നു. ആ ബന്ധനം ദൈവം പൊട്ടിച്ചു. ആ ബന്ധനം പൊട്ടിച്ചപ്പോഴേ നിങ്ങൾ ഈ സന്ദേശം കേൾക്കാൻ തുടങ്ങിയുള്ളൂ എന്നതാണ് സത്യം. പ്രൈസ് ടു ജീസസ്. നമ്മുടെ ലൈഫിൽ നിന്ന് പൊട്ടേണ്ടത് പിശാചിനോടുള്ള പേടിയല്ല, നമ്മുടെ ലൈഫിൽ നിന്ന് പൊട്ടേണ്ടത് മാനുഷിക ഭയമാണ്. അതൊരു കണിയാണ്, മാനുഷിക ഭയം. നമ്പർ 2, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ നെഞ്ചത്ത് നമ്മുടെ ചങ്കിൽ കൈവച്ച് ഉയരത്തിലേക്ക് നോക്കി എനിക്കിന്ന് പറയാൻ പറ്റുമോ, കർത്താവേ ഈ വചനം പോലെയാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ, പറയാൻ പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പറയണം, പിതാവേ ഇന്ന് കേട്ട വചനത്താൽ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് അവിടുന്ന് തരണം. ഈ 2024 ഞാൻ പ്രവേശിക്കുമ്പോൾ ഇത്രയും വലിയ പ്രവചനമുണ്ടോ,
ഇത്രയും വലിയ ബ്ലെസ്സിങ് ഉണ്ടോ? ഇതൊന്നും നമ്മൾ തേടുന്നതിന് മുൻപേ, അല്ലെ അടുത്ത വർഷത്തിൽ എന്നോടുള്ള ദൂത് എന്തുണ്ട് എന്നൊക്കെ തേടുന്നതിന് മുൻപേ നമ്മൾ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങൾക്കകത്ത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളായിരിക്കണം. ഈ ഒരുക്കമാണ് ഈ പ്രവചനങ്ങൾക്ക് എന്നെ അർഹനാക്കി മാറ്റുന്നത്. നമുക്ക് ഒരു അർഹതയുണ്ട് കേട്ടോ. അർഹത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു ചെറുതും വലുതുമായ അനുഗ്രഹത്തിനും അർഹത എന്ന ഒന്നുണ്ട്, ഉണ്ടെന്നേ. ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു ഉണ്ട്. വിശുദ്ധ ബൈബിളും പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. അർഹതയുണ്ട്. നമ്മൾ വാതോരാതെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അർഹനാകുകയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ദൈവപ്രീതി നേടി നമ്മൾ അർഹനാകുകയില്ല. പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള ഫലമുണ്ട്. നീ നന്മ ചെയ്യുന്നവൻ നന്മ അനുഭവിക്കും, തിന്മ ചെയ്യുന്നവൻ നന്മയ്ക്കും തിന്മയ്ക്കും തക്കവണ്ണമുള്ള വിധിയുണ്ടെന്നുള്ളതാണ് 5-ാമത്തെ വാക്യം മുതൽ. അത് എടുക്കുന്നില്ല നമ്മൾ. 5-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏതൊരു കാര്യത്തിനും വിധിയുണ്ട് എന്ന് വിശുദ്ധ വചനം പറയുന്നു. പുതിയ നിയമം പറയുന്നു. വിധിക്കപ്പെട്ടിരിക്കും എന്ന് തന്നെ വചനം പറയുന്നു. വിധിയില്ലാതെ ചുമ്മാതെ ഓടിക്കേറി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ, പഠിച്ചാൽ അതൊക്കെ ശുദ്ധ വിഡിത്തമാണ്. വിധി ഉണ്ട്, വിധി ഉണ്ട്, വിധി ഉണ്ട്. അപ്പോൾ ജീവിതം എങ്ങനെ ആയിരിക്കണം? ഒരു ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ആത്മീയന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? അഭിഷിക്തന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ഒരു പ്രയർ വാരിയറുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ഒരു പ്രാർത്ഥന മനുഷ്യന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? പാപം വിട്ട് ഒഴിഞ്ഞ, പാപം ഒഴിഞ്ഞൊരു ജീവിതമല്ല, പാപം ഒഴിഞ്ഞൊരു ജീവിതമല്ല, പാപം വിട്ട് ഒഴിഞ്ഞൊരു ജീവിതം. ഞാൻ വിടണം. എന്നിട്ടോ വിട്ടിട്ട് അതിനെ നോക്കിക്കൊണ്ട് നിൽക്കരുത്, അത് വീണ്ടും കയറി വരും. പാപത്തെ വിട്ടിട്ട് ഒഴിയണം. അവിടുന്ന് ഒഴിയണം. നിന്നെയും കൊണ്ട് പാപം ചെയ്യിക്കുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ് വിട്ട്, ആ ഒരു പ്രിമിസസ് വിട്ട്, ആ ഒരു ഫീൽഡ് വിട്ട്, ആ ഒരു സൊസൈറ്റി വിട്ട് നീ ഒഴിയണം. ഹല്ലേലൂയ. ഒഴിയണം. ഈ പാപത്തിന്റെ കണ്ണുകൾക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? അതിലേക്ക് നോക്കുന്നവനെ പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ ആകർഷിക്കും. മോഷ്ടിക്കണം, മോഷ്ടിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന ഒരു ചിന്ത. മോഷ്ടിക്കണമെന്നില്ല, എന്നാൽ മോഷ്ടിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാലേ ഈ കാര്യം നടക്കും എന്ന് ചിന്തയുള്ളവൻ എവിടെയെങ്കിലും ഒരു പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ ഒരിടത്തിരിക്കുന്ന ഒരു ഫണ്ട് അല്ലെങ്കിൽ പേഴ്സ് അല്ലെങ്കിൽ മണി അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരിക്കൽ അതിൽ നോക്കിയാൽ മതി. രണ്ടാമത് ആ പേഴ്സ് അവനെ വശീകരിച്ചെടുത്തോളും. അവനെ ആകർഷിച്ച് വലിച്ചു പിടിച്ച് അവന്റെ കയ്യെ കൊണ്ട് ആ പേഴ്സിൽ വെച്ച് അതിനെ എടുത്ത് അവന്റെ പോക്കറ്റിൽ വെപ്പിച്ച് അവനെ അവിടുന്ന് പറഞ്ഞു വിടും. എന്നിട്ട് പകുതി വഴി ചെന്നിട്ട് അവനെ പിടിപ്പിക്കും. അതുകൊണ്ട് അവൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, അവനെ പിടിപ്പിക്കും. ഇതാണ് പാപത്തിന്റെ സ്വഭാവം. ഇത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ഏത് കാര്യവും. കൺമോഹം ഒരിക്കൽ നോക്കിയാൽ മതി, പിന്നെയും 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 കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ജഡമോഹം ഒരിക്കലൊന്ന് ചെയ്താൽ മതി, ഒരു സിപ്പ്, ഒരെണ്ണം, ഒരു ചെറുത് രുചിക്കാൻ വേണ്ടി ഒന്ന് തൊട്ടു നോക്കിയാൽ മതി. പിന്നെയും പിന്നെയും പിന്നെ അതിന്റെ വാസനയും അതിന്റെ രൂപവും അതിന്റെ ബോട്ടിൽ ഷേപ്പും എല്ലാം നിന്നെ ആകർഷിക്കാൻ തുടങ്ങും. ഒരിക്കൽ സംസാരിച്ച് ഇച്ചിരി ഒന്ന് സുഖം കിട്ടിയാൽ മതി, പിന്നെയും 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 ആ നമ്പറിൽ ഒന്ന് 10 അക്കം ഞെക്കി ഒന്ന് വിളിച്ച് ഒന്ന് ശബ്ദം കേട്ടാലേ മയക്കം വരൂ എന്ന ഒരു ലെവലിലേക്ക് കൊണ്ട്. ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാട്ടോ. ആ ശബ്ദം ഒന്ന് കേട്ടാലേ ഈ ചില ആൾക്കാരുണ്ട് 100 കൂട്ടം തൊട്ടുകൂട്ടാനും 2 കൂട്ടം ഒഴിക്കാനും ഉണ്ടെങ്കിലും ഇച്ചിരിയും പോന്ന 3 ദിവസം മുന്നേ വെച്ച മീനിന്റെ ചാറോ അല്ലെങ്കിൽ അതിന്റെ മണോ കിട്ടിയാലേ ചോറിറങ്ങത്തുള്ളൂ എന്ന് പറയുന്ന പോലെ എന്തോരം ഉണ്ടാലും എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആൾക്ക് ഇച്ചിരിയും ആ ശബ്ദം കേട്ടാലേ ഉറങ്ങാൻ പറ്റുള്ളൂ, ആൾക്ക് ഇച്ചിരി അതിന്റെ മണം അടിച്ചാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഒരു ബാധയാണേ.
ഇതെല്ലാം ഒരു ബാധയാണ്. ആ പാപത്തിന്റെ കണ്ണുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പാപത്തിന്റെ കണ്ണുകൾക്ക് നീ ഒരിക്കൽ ചെയ്താൽ പിന്നെയും 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 നിന്നെ വശീകരിക്കുന്ന, നിന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യും. എന്തിനാ കുഞ്ഞെ നിന്നെ ഇങ്ങനെ അങ്ങ് പിടിക്കുന്നേ? ലോകത്ത് വേറെ മനുഷ്യരില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇത് അതിനെ എങ്ങനെ പിടിക്കുന്നേ? നിന്റെ ഉള്ളിൽ അത്രത്തോളം ഒരു ട്രഷർ ഉണ്ട്. നിന്റെ ഉള്ളിൽ ഒരു നിക്ഷേപം. ഓ മൈ ഗോഡ്, നിന്റെ ഉള്ളത്തിൽ ഒരു പ്രത്യേകതയുള്ളൊരു നിക്ഷേപമുണ്ട്. നിന്റെ ഉള്ളിൽ മറ്റാർക്കൊക്കെയോ ഇല്ലാത്ത ഒരു കോളിംഗ് ഉണ്ട്. നിന്റെ മേൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. അതാ നിന്നെ ഇങ്ങനെ എയിം ചെയ്യുന്നത്, നിന്നെ ട്രിഗർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോകും. ഇന്ന് രാവിലത്തെ സന്ദേശം എത്ര പേര് കേട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിൽ ഡേവിഡ് ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിക്കുന്നത്, അയ്യോ എന്റെ രാജാസനം പോയേ, അയ്യോ എന്റെ രാജവസ്ത്രം പോയേ, അയ്യോ എന്റെ ആയുധം പോയി, ഒന്നും അല്ല കേട്ടോ. ബത്ശേബയുമായി താൻ പാപം ചെയ്തിട്ട് തനിക്ക് ഇരിക്കപ്പൊറുതിയില്ലാതെ താൻ എഴുന്നേറ്റ് ഓടിച്ചെന്ന് മുട്ടിടിച്ച് ദൈവസന്നിധിയിൽ വീണ്, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന, തന്റെ തലമുടിയെല്ലാം വലിച്ചു വാരി പിച്ച് ചീന്തി കാണും. അത് ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വെച്ചിട്ട് പാപം ചെയ്യുന്നവർക്കാ ഞാൻ പറയുന്ന ഒരു കാര്യം അറിയാൻ പറ്റും. പാപം ചെയ്തു പോയാൽ അവരൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകണമെന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ പോകണമെന്നാ ഞാൻ പറയുന്നത്. പോയില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ചെയ്തു പോയാൽ ആ തലമുടിയൊക്കെ പിച്ചി ചീന്തിക്കാണും, വസ്ത്രമൊക്കെ വലിച്ച് കീറിക്കാണും. ദാവീദ് തന്റെ ശരീരം താൻ തന്നെ വേദനിപ്പിച്ച് കാണും. ഞാൻ എന്താ കാട്ടിക്കൂട്ടിയേ? ഓ, എന്നെ ഭയങ്കര ഡീപ്പായിട്ട് കർത്താവ് കൊണ്ടുപോകുന്നല്ലോ. എവിടെയൊക്കെയോ പാപത്തിനകത്ത് വീണു പോയിട്ട് കരകയറാൻ കഴിയാതെ ഞാൻ പാപം ചെയ്തു പോയൊരു വ്യക്തിയല്ലേ, ഞാൻ വീണ്ടും 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 പാപം ചെയ്യുന്നൊരു വ്യക്തിയല്ലേ, ഞാനൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുവോ, ഞാനൊക്കെ ഉപവസിച്ച ദൈവം കാണുവോ, ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ദൈവം ചെയ്തു തരുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരോടുള്ള ആത്മീയ സന്ദേശമാണ്. ദാവീദ് ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടിടിച്ച് വീണിട്ട്, യുവാക്കളെ എന്നെ കേൾക്കുന്നുണ്ടോ? യുവതികളെ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയൊരു മിനിസ്ട്രി ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ബലഹീന നിമിഷത്തിൽ നിങ്ങളൊരു പാപം ചെയ്തു പോയെങ്കിൽ, നിങ്ങളൊരു ബലഹീന നിമിഷത്തിൽ നിങ്ങൾ വീണു പോയെങ്കിൽ, നിങ്ങളൊരു ബലഹീന നിമിഷത്തിൽ നിങ്ങളൊരു അരുതാത്തൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയെങ്കിൽ, നിങ്ങൾ അരുതാത്തൊരു പ്രവൃത്തി ചെയ്തു പോയെങ്കിൽ, നിങ്ങൾക്ക് ഇനി ഒരു മടങ്ങി വരവ് ഉണ്ട് എന്ന് തന്നെയാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദാവീദ് ഓടിച്ചെന്ന് ബത്ശേബയുമായി പാപം ചെയ്തു. ആ ബലഹീന നിമിഷത്തിൽ താൻ അത് ചെയ്തതിന് ശേഷം ഓടി ദൈവസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണം. അത് നമ്മൾ ഓർക്കണം. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുത്തു കളയരുതേ. ഓ മൈ ഗോഡ്. കർത്താവേ, എന്റെ രാജാസനം എടുത്തു കളയരുതേ എന്നല്ല പറഞ്ഞേ. കർത്താവേ, എന്റെ അഭിഷേകം എടുത്തു കളയരുതേ, അതുമല്ല പറഞ്ഞേ. കർത്താവേ, എനിക്ക് ഇനിയൊരു ഗോലിയാത്ത് വന്നാൽ എയ്തിടാനുള്ള ശക്തി എടുത്തു കളയരുത്, അതൊന്നുമല്ല പറഞ്ഞു. എന്റെ രാജ്യത്തിനെ മുടിച്ചു കളയരുത്, അതൊന്നുമല്ല പറഞ്ഞു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ. What a precious prayer is this. The Holy Spirit is precious in your life. നീ ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ ദുഃഖിക്കുന്നതൊരു വലിയ പരിശുദ്ധാത്മാവാണ്. നീ ഒരു ചെറിയ ബലഹീനതകൾക്ക് വേണ്ടി നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കുമ്പോൾ ദുഃഖിക്കുന്നത് നിന്റെ ഉള്ളത്തിലിരിക്കുന്ന വലിയ പരിശുദ്ധാത്മാവാണ്. ഈ 2024 ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പഴയ പാപം വേണ്ട. പറഞ്ഞേ, എൻ്റെ കൂടെ പഴയ സാധനം വേണ്ട. ഈ 2024 അതിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ആ പഴയ ജീവിതം ഇനി എനിക്ക് വേണ്ട. നിന്റെ കൂടെ പഴയ മനുഷ്യൻ ഇനി കയറരുത്. അടുത്ത വർഷം പറയാൻ പറ്റുമോ?
പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് വിടാൻ പറ്റുമോ? നിന്റെ ഫോൺ ക്ലീൻ ആക്കാൻ പറ്റുമോ? നിന്റെ ഫോണിൽ നിന്ന് വേണ്ടാത്ത നമ്പർ നിനക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? വേണ്ടാത്ത വീഡിയോസ് നിനക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? കം ഓൺ. വേണ്ടാത്ത സൈറ്റ് നിനക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമോ? ഈ 2024-ൽ നീ പ്രവേശിക്കുന്നത് ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങോട് കൂടെ ആയിരിക്കട്ടെ. മോനെ മോളെ, നീ എത്ര തന്നെ സ്വയം ഉല്ലസിക്കാനും സ്വയം സാറ്റിസ്ഫൈഡ് ആകാനും വേണ്ടി നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കാൾ നീ പ്രഷ്യസ് ഹോളി സ്പിരിറ്റിന് നിന്റെ ലൈഫിൽ ഇടം കൊടുത്താൽ നിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഉല്ലാസവും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും വേറൊന്നിനും തരാൻ കഴിയത്തില്ല. വേറെ ഒരു സൈറ്റിനും തരാൻ കഴിയത്തില്ല, ഒരു മൂവീസിനും തരാൻ കഴിയത്തില്ല, ഒരു ബന്ധങ്ങൾക്കും തരാൻ കഴിയത്തില്ല, ഒരു സിസ്റ്റർക്കും തരാൻ കഴിയത്തില്ല, ഒരു ബ്രദർക്കും തരാൻ കഴിയത്തില്ല. അതാ പൗലോസ് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും. എന്നെ മോനെ, ബലഹീനതകളാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ബലഹീനതകളാ ഒരുത്തനെ ഓടി ബാറിക്കൊണ്ടുപോകുന്നത്. ബലഹീനതകളാ ഭാര്യയുടെ അടുത്തുനിന്ന് ഒരുത്തനെ നേരെ മറ്റൊരുത്തന്റെ ഭാര്യയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. ബലഹീനതകളാ മനുഷ്യനെ ഓടി സ്വയം പാപം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇന്ന് എന്നെ ശക്തനാക്കുന്നവൻ, അതാ ഇവിടെ പത്രോസ് പറഞ്ഞേ, ക്രിസ്തുവിന്റെ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഹല്ലേലൂയ. യുവാക്കളെ, യുവതികളെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. എന്തോരം സുന്ദരികളായ സ്ത്രീകളാണ് 33-കാരന്റെ മുൻപിൽ വന്നു നിന്നത്. പക്ഷേ എന്തിനു വന്നു, താൻ എന്തിനു വന്നു, അവരെന്തിനു വന്നു എന്ന ലക്ഷ്യം മറക്കാതെ, കണ്ണിന്റെ ഐ പോയിന്റ് തെറ്റാതെ, ഉദ്ദേശശുദ്ധി മാറാതെ, ആഗമന ഉദ്ദേശം മറന്നുകൊണ്ട് താൻ ജീവിച്ചിട്ടില്ല. ഒരു ദിവസം എന്നല്ല, ഒരു സെക്കൻഡ് പോലും ജീവിച്ചിട്ടില്ല. അതാ യേശു ഇത്രയും ട്രെൻഡിയായി മാറാനുള്ള കാരണം. ഹല്ലേലൂയ. അവന്റെ ഐ കോണ്ടാക്റ്റിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ പ്രാഗൽഭ്യം തന്നെയാണ് വ്യഭിചാര കുറ്റത്തിന് പിടിച്ചു എന്ന് പറഞ്ഞൊരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ കർത്താവ് മൂക്കത്ത് വിരൽ വെക്കുകയോ തലചൊറിയേണ്ടിയോ തിരിഞ്ഞു നിന്ന് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയോ കാര്യം വരാതെ ഡയറക്ട്ലി നിവർന്ന് നിന്ന് പറഞ്ഞത്, എടി മോളെ, നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു, മേലാൽ പാപം ചെയ്യരുത്. ഞാനൊരു കാര്യം പറയട്ടെ, പലരുടെയും മുമ്പിൽ നമുക്ക് നിവർന്ന് നിൽക്കാൻ നമ്മൾ ഒത്തിരി പാടുപെടുന്നുണ്ട്. ചിലരുടെയൊക്കെ മുമ്പിൽ ജീവിതം ഒന്ന് തെളിയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നെ പുച്ഛിച്ചവരുടെ മുമ്പിൽ ഒന്ന് ജീവിച്ച് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യം നമ്മൾ നട്ടല് നിവർന്ന് നിൽക്കേണ്ടത് സാത്താന്റെ മുമ്പിലാണ്. സ്തോത്രം. നിവർന്ന് നിന്നിട്ടേ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് സാത്താന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. നിവർന്ന് നിന്ന് കാണേണ്ടത്, നിവർന്ന് നിൽക്കേണ്ടത് സാത്താന്റെ മുമ്പിലാണ്. ഇവന്റെ മുമ്പിൽ ഇനി എന്തൊക്കെ കൊണ്ടുവച്ചാലും പുള്ളി വഴങ്ങുകയല്ല. യേശുവിനോട്, അത് യേശുവിനെ ടെംപ്റ്റേഷൻ എന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്നത്. ടെംപ്റ്റ് ചെയ്തു. സോ മെനി ടൈംസ് Satan tried to tempt him. യേശുവിനെ ടെംപ്റ്റ് ചെയ്യാൻ, ടെംപ്റ്റേഷൻ കൊണ്ടുവരാൻ സാത്താൻ പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ ആത്മനിയന്ത്രണത്തോടെ, ലിസൺ മീ, ആത്മനിയന്ത്രണത്തോടെ, സേ അഗൈൻ, ആത്മനിയന്ത്രണത്തോടെ കർത്താവ് നിന്നതിൻ്റെ ആ ഒരു പോസ്ചറിനെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ആ ഭാവം, ആ നിവർന്നു നിന്ന ഭാവം, ആത്മനിയന്ത്രണത്തിന്റെ ഭാവം, ആ ആയുധം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. ഈ 2024ലേക്ക് നാം പ്രവേശിക്കാൻ പോകുമ്പോൾ ദൈവമക്കളെ, പാപത്തെ ജയിച്ച ഒരു ഭയങ്കര സന്തോഷം നമുക്കുണ്ടാകണം. പാപത്തെ ജയിച്ചൊരു ഭയങ്കര സന്തോഷം. നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ വേണ്ട, നമുക്ക് വേണ്ടാത്ത ശീലങ്ങൾ വേണ്ട, നമ്മുടെ യേശുവപ്പായെ വേദനിപ്പിക്കുന്ന ഒന്നും ഏതും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ അധരങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ,
നമ്മുടെ കരങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ മനസ്സ് വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കട്ടെ. കുഞ്ഞെ, നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും അനിന്യമാകും വണ്ണം ക്രിസ്തുവിൻ്റെ വരവിങ്കൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് പത്രോസ് ഇങ്ങനെയാണ് ജാതികളോടും ദൈവസഭയോടും പറയുന്നത്: ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പഴയ മനുഷ്യന്റെ 7 പാപങ്ങളെക്കുറിച്ചാണ് പിന്നെ താഴോട്ട് പറയുന്നത്. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. കാലം പോക്കിയത് മതി. പത്രോസ് പറയാ, കാലം പോക്കിയത് മതി. 2020 ചെയ്തത് തന്നെ 21 ചെയ്തു, അത് തന്നെ 22 ചെയ്തു, അത് തന്നെ 23 ചെയ്തു, അത് തന്നെ 24 ചെയ്യാൻ പോവാണോ? അപ്പോ പഴയ മനുഷ്യന്റെ അവസ്ഥകൾ ഇപ്പോഴും ഒരു വ്യക്തിയിൽ വിട്ടു മാറിയിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാമാർത്തി, സെൻഷ്വാലിറ്റി, കാമാർത്തി, മോഹങ്ങൾ, വീഞ്ഞുകുടി, വെറിക്കൂത്ത്, മദ്യപാനം, ഇതെല്ലാം ഒരു മനുഷ്യനെ ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ ആ ഒരു ദൈവിക അനുഭവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒന്നാണ്. പരിശുദ്ധാത്മാവ് നീക്കുകയല്ല, പരിശുദ്ധാത്മാവ് നീക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാമാർത്തികൾക്കകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ള ദുർചിന്തകൾ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ സ്പിരിറ്റ് വർക്ക് ചെയ്യും? എങ്ങനെ സ്പിരിറ്റ് വർക്ക് ചെയ്യും? പുറത്താക്കേണ്ടതാണ് അതിനെ. അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരാൻ പ്രത്യേകിച്ച് അതിന് യൗവനക്കാരനായിരിക്കണം, യൗവനക്കാരിയായിരിക്കണം. നമ്മൾ അതിനേക്കാൾ വലിയ ഏജുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാമാർത്തികൾ, ദുഷ്കാമം, ദുർചിന്തകൾ, വെറിക്കൂത്ത്, മദ്യപാനം, അധർമ്മത്തിന്റെ എല്ലാ വിഗ്രഹാരാധന, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക, ഒരു വിടുതലിന് വേണ്ടി ഇന്ന സ്ഥലത്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരിക. ഇതൊക്കെ ഐഡൽ വർഷിപ്പാണ്, ഇതൊക്കെ പാപമാണ്. നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥത കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ഉള്ള സ്വസ്ഥതയും കൂടെ പോകും. അവിടെ പോയാൽ ഇങ്ങനെ ചെയ്താൽ, അവിടുന്ന് അതിനെ കൊണ്ടുവന്നാൽ, ഇവിടെ കൊണ്ട് ഇന്നതിട്ടാൽ, ഇങ്ങനെ ചെയ്താൽ, ഇത് കുഴിച്ചു വെച്ചാൽ, ഇതെല്ലാം സൈറ്റാനിക് ട്രാപ്പാണ്. ഹല്ലേലൂയ. ഈ 2024ലേക്ക് എഫഥാ ഇൻ ജീസസ് മിനിസ്ട്രീസ് മൂവ് ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി ഒരു ഫ്രഷ് അനോയിന്റിങ്ങോടെ, ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ ശക്തിയോടെ പ്രവേശിക്കാൻ ദൈവമായ കർത്താവ് കൃപ നൽകാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? ഇന്ന് നിങ്ങൾ കുടഞ്ഞെറിയേണ്ടത് കുടഞ്ഞെറിഞ്ഞേ പറ്റൂ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ പിന്നിൽ അതൊരു കാരണമാണ്, വലിയൊരു കാരണമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ പിന്നിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യമല്ല, ഇതെല്ലാം അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ അകത്ത് നടക്കുന്ന മോഹങ്ങളാണ് ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നത്. ഈ മോഹമാണ് ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നത്. സോ അതിനകത്തുനിന്ന് ഒരു ഡെലിവറൻസ് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തരും, ശക്തി തരും, ബലം തരും. പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും. എല്ലാ ദൈവമക്കളും ആ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചേ. എല്ലാ ദൈവമക്കളും സമർപ്പിച്ചേ. കർത്താവ് നിന്നെ തൊടു എന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കർത്താവിൻ്റെ അരികിലേക്ക് നീ ഒന്ന് അടുത്ത് ചെല്ലാൻ തയ്യാറാകുക. യേശുവേ ദാദാ എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞ നീ
പറഞ്ഞാ മതി, അവിടുന്ന് അതിന് തയ്യാറാണ്. കർത്താവേ, ഇന്ന് ഈ മേഖലകളിൽ നിന്നെല്ലാം വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹ്വാസമേധോരനിയാല, ദൈവിക സമാധാനം അവരുടെ മേൽ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. എല്ലാ അഡിക്ഷൻസിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, അവർ കൂട്ടുചേർന്ന് ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. അവർ സ്വയം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. അവർ അധരങ്ങളിലൂടെ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. അവർ ചിന്തകളിലൂടെ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഹോ ജീസസ്, ജീസസ്. ശാംബാ മാമ ശന്തായാല ബാബ റിഖബാനായാല മഹസഗേരബിയാതര. ഓ, എല്ലാ കുറ്റം പറയുന്ന തിന്മയുടെ അശുദ്ധകളും എല്ലാ അൺക്ലീൻ സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസും യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ വിട്ടുമാറട്ടെ. ഓ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ഭയങ്കരമാകുന്നൊരു തീ വിടുതൽ ആവശ്യമുള്ളവരുടെ മേൽ കത്തുകയാണ്. ഭയങ്കരമാകുന്നൊരു തീ വിടുതൽ ആവശ്യമുള്ളവരുടെ മേൽ കത്തുകയാണ്. സ്വർഗീയ ശക്തി വ്യാപരിക്കുന്നു, സ്വർഗീയ ശക്തി വ്യാപരിക്കുന്നു, സ്വർഗീയ ശക്തി വ്യാപരിക്കുന്നു. പിതാവേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവം ഇവരെ തൊട്ടിരിക്കയാൽ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നടത്തിയല്ലോ, വിടുവിച്ചെടുത്തല്ലോ. പുതുവർഷത്തേക്ക് വേണ്ടി ഞങ്ങളെ കർത്താവ് പണിതെടുത്തുവല്ലോ. നൽകിയ വചനത്തിനായി സ്തോത്രം. അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നൽകിയ വിടുതലിനായി, സാന്നിധ്യത്തിനായി നന്ദി. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.